ഇതാണ് നമ്മൾ ഈ 2025-26 കരമടച്ചത്. മനസ്സിലായല്ലോ. എം ദീപായസ് പണിക്കർ. ഇതാണ് എൻ്റെ കയ്യിൽ, എൻ്റെ പ്രോപ്പർട്ടിയാണ് ഭരണിക്കാവ് വില്ലേജിലേത്. കുറേ ആൾക്കാർ നമ്മുടെ പുറകിൽ ഇങ്ങനെ അങ്ങ് നടക്കുക ഇത് പിടിച്ചു പറിക്കാനും ഒക്കെ. സോമരാജൻ കുടുംബ വീടൊക്കെ 83-ൽ എൻ്റെ അച്ഛന് ഷെയറായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് 2018-ലാണ് ഇവിടെ ഷെയർ ചെയ്തിട്ട് പന്തളത്ത് ഒരേക്കർ, നാട്ടുകാർക്കെല്ലാം അറിയാം, ഇന്നലെയും പറയുന്നുണ്ട്, ഒരേക്കർ ഏകദേശം 70-ന് മേളിൽ ഇതുണ്ട്. ഒരേക്കർ 70 സെൻറ്റിന് മേളിലുണ്ടായിരുന്നു. അത് ഇവർക്ക് കൊടുക്കുന്നത്, പ്രീതായസ് പണിക്കറിന് കൊടുക്കുന്നത്. ഇവർക്കൊന്നും ഇവിടെയൊന്നും ഒരു അവകാശമില്ല. ഇതെൻ്റേതാണ്. ഓക്കെ. ജില്ല ആലപ്പുഴ, മാവേലിക്കര, തണ്ടപ്പേര്, കരവൊടുക്കിയ രസീത്. ഓക്കെ. ഭരണിക്കാവ് വില്ലേജിലെയാണിത്. അതെല്ലാം ഉണ്ട്. ഞാൻ പറയുന്ന ഈ വീട് നിൽക്കുന്ന വസ്തുവാണ് 7/28 എന്ന് പറയുന്നതും 7/28 എന്ന് പറയുന്ന വസ്തു ഈ വീട് നിൽക്കുന്നതാണ്. 3R എന്ന് പറയുന്നത്. പിന്നെ 7/32, 7/33 ആണ് ഇതിനോട് ചേർന്ന് കിടക്കുന്നത്. 17 സെൻറ്റ്. അതിൽ 7 സെൻറ്റ് ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. അപ്പം ഇത് എൻ്റെ അമ്മയ്ക്ക് ഇതിൽ താമസിക്കാനുള്ള അവകാശമുള്ളല്ലോ, എഴുതി കൊടുക്കാനുള്ള അവകാശങ്ങളൊന്നുമില്ല. ഇതെൻ്റേതാണ്. മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ കരമടച്ച രസീത്, കരമടച്ചത് ഇതാണ്. ഇത് പിന്നെ തെക്കേക്കര വില്ലേജിലേത്, ഞാൻ പറയുന്ന പല്ലാരിമംഗലത്തേത്. ഓക്കെ. കണ്ടല്ലോ. ദീപായസ് പണിക്കർ, സതേ പണിക്കർ മകൾ. ഓക്കെ. സതേ മന്ദിരത്തിൽ ഒലകെട്ടിയമലം പള്ളിക്കൽ. ഇത് രണ്ടിതായിട്ടാണ് അവിടെയും കിടക്കുന്നത്. ഇതാണ് നെക്സ്റ്റ്. അവിടുത്തെ തന്നെ അവിടെ 52 സെൻറ്റ് സ്ഥലമാണ്. 2025-26 നിങ്ങൾക്ക് കാണാം, പേര് കാണാം. ഓക്കെ. ഉണ്ടല്ലോ. ഇതും പിന്നെ ഇതെല്ലാം ഇത് ഭരണിക്കാവിലെയാണെന്ന് പറഞ്ഞു. വർഷം നമ്മളിതൊന്നും ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പല്ലാരിമംഗലത്തെ മാത്രം കൊടുക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ അറിയാതെയൊന്നുമല്ല, നമ്മൾ ആൾക്കാരെ അതുപോലെ ഇതിനകത്തും നമ്മൾ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഇനി അപ്ലോഡ് ചെയ്യും. എനിക്കെല്ലാം അറിയാം. എല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണോ അതിൻ്റെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടേ നമ്മൾ ഇതാക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ വസ്തുവകകൾ. ഇതൊന്നും വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. ഇതെൻ്റേതാണ്. എനിക്ക് എൻ്റെ മകളുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് രാജസ്ഥാനിയാണ്. മുകേഷ് കുമാർ എന്നാണ് പേര്. അഡ്വക്കേറ്റാണ്. മുക്കും ഗുജർ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഭയങ്കര ഇതാണ്. ഏതെങ്കിലും ഒരു മുകേഷ് കുമാർ എന്ന് പേരുള്ളവരൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വരും. അത്ര കള്ളന്മാരാണ് ഇവന്മാർ. ഇങ്ങനെയൊക്കെ നടക്കുക. ഇത്രയും കള്ളർ ഈ ലോകത്തുണ്ടോ എന്നുള്ളതാണ് ഇതാക്കുന്നത്. അതുപോലെ സോമരാജൻ എന്ന് പറയുന്ന ഇവന് ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു കുന്തവും ഇല്ലായിരുന്നു. ഇവിടെ എൻ്റെ അച്ഛൻ 19ാമത്തെ വയസ്സിൽ ജോലിക്ക് പോയി. വടക്കേ ഇന്ത്യ നിങ്ങൾക്കറിയാമല്ലോ, വടക്കേ ഇന്ത്യയിലെ ചൂടും തണുപ്പൊക്കെ. അതിനകത്തൊക്കെ നല്ല ശരിക്കും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയം കളിച്ചൊന്നും നടക്കുകയല്ലായിരുന്നു. ഇവൻ്റെ കാര്യങ്ങൾ വന്ന് തിരക്കി അറിയാൻ രാഷ്ട്രീയം കളിച്ചിങ്ങനെ നടക്കുമായിരുന്നു ഇതുവരെയും. ഇപ്പം 85 വയസ്സോളം ഉണ്ട് അവന്. ഇങ്ങനെ രാഷ്ട്രീയം കളിച്ചിങ്ങനെ നടക്കുകയല്ലാതെ ഇവനൊന്നും ചെയ്തിട്ടില്ല. ഇവനാരെ പിന്നെ ഇതാക്കി പറയാൻ. പിന്നെ എന്നിട്ട് എൻ്റെ അച്ഛൻ ജോലി ചെയ്ത് ശമ്പളം കിട്ടിയതുകൊണ്ട് ഈ വീട് അന്ന് 1960s വെച്ച് കല്ലിയുമ്മാൻ ഇവന് യോഗം കല്ലിയുമ്മി എന്നാണ് പറയുന്നത്. കല്ലിയുമ്മാൻ യോഗം ഉണ്ടായത് എൻ്റെ അച്ഛൻ പോയിട്ട്, അല്ലെ കല്ലും ചുമ്മത്തില്ല, ഇങ്ങനെ നടക്കത്തേ ഉള്ളായിരുന്നു. കല്ല് ചുമ്മാനും പലതിനും യോഗം ഉണ്ടായത് എൻ്റെ അച്ഛൻ പോയി കഷ്ടപ്പെട്ടിട്ടാണ്, നല്ല ഒന്നാന്തരമായിട്ട് കേട്ടോ, വെറുതെ ഒന്നുമല്ല. അങ്ങനെ കല്യാണം കഴിക്കുന്നതല്ല, ഇതിനെല്ലാം റെക്കോർഡ്സ് ഉള്ളതാണ്. എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കുന്നത് 73-ലാണെന്ന് വെച്ചാൽ 41ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അല്ലാതെ ചുമ്മാ അതൊന്നുമല്ല, ശരിക്കും 41ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്.
അപ്പം അത് അന്ന് മുതലങ്ങ് ചീത്ത വിളിയാണ്. എൻ്റെ അച്ഛനെ മുതലേ അങ്ങ് ചീത്ത വിളിക്കുകയാണ്. എൻ്റെ അച്ഛനെ അന്ന് മുതലേ അങ്ങ് വകവരുത്താൻ നോക്കുക കല്യാണം കഴിച്ചതുകൊണ്ട്. ഇങ്ങനെ അയാളുടെ എൻ്റെ അച്ഛൻ്റെ അങ്ങേരെയും മക്കളൊന്നും ഇല്ലാതെ വകവരുത്തി അങ്ങേറെ സ്വത്തൊക്കെ പിടിച്ച് പറിക്കുകയൊക്കെ ചെയ്ത് തള്ളയൊപ്പ് വിരൽ പതിപ്പിച്ചെടുക്കുകയും പറിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ഇതൊക്കെയുണ്ട്. അതെല്ലാം കോടതിയിലുണ്ട്. കള്ളത്തരങ്ങളെല്ലാം ഇതെല്ലാം പലരുടെയും എല്ലാം തട്ടിച്ചും വെട്ടിച്ചും എടുത്ത് അങ്ങനെയൊന്നും നമുക്ക് തട്ടിച്ചും വെട്ടിച്ചും എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അച്ഛൻ ഇതാക്കിയിട്ടിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ നല്ലപോലെ ഇപ്പോഴും നല്ലപോലെ ഞങ്ങൾ ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നത്, ചുമ്മാ അല്ല. ഇങ്ങനെ അങ്ങ് നടക്കുക ഞങ്ങളുടെ പുറകിന്. പിന്നെ എൻ്റെ LLB ഡിഗ്രി വെച്ച് കുറച്ച് പേർക്ക് ഇങ്ങനെ ജോബ് ലോസ് ഇൻഷുറൻസ് അടിക്കണം, അങ്ങനെ പല പിന്നെ ആരാണ്ടൊക്കെ ഇവിടോട്ട് വരുന്നെന്ന് കഥകൾ. ഒരവന് ഇവിടെ ഒരു വണ്ടിയില്ല. ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത്, കണ്ടല്ലോ. ഇന്ന് 25 ഏപ്രിൽ. ഇപ്പോൾ സമയം 9:26 കറക്റ്റ് കേട്ടോ. ഇത് രാവിലെ 9:26. ഇതാണ് ഇതാണ്. ഒന്നും ആർക്കും കൊടുക്കാനല്ല. ഇന്ന് ഇവിടെ നാട്ടുകാർക്കെല്ലാം അറിയാം ഇവന്മാരുമായിട്ടൊന്നും നമുക്കൊരു ബന്ധവും ഇല്ലെന്നുള്ളത്. കണ്ടല്ലോ, പേര് കണ്ടല്ലോ കേട്ടോ. പേര് ഇതൊക്കെ കണ്ടേ. 25-26. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷവും ഇനി അടയ്ക്കണം, വർഷത്തെ അടയ്ക്കണം. ധൃതിയില്ലല്ലോ, പതിയെ അങ്ങോട്ട് അടച്ചാൽ മതിയല്ലോ, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇത് അടച്ചത് ഏത് മാസമാണെന്ന് വെച്ചാൽ എട്ടിലാണ്, ഓഗസ്റ്റ്. വരുന്നേ